അപ്പോൾ ദേ ഒരാൾ ഇവിടെ നിന്ന് കാര്യമായിട്ട് ഉള്ളി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ചേച്ചി 3 മാസത്തെ ലീവൊക്കെ കഴിഞ്ഞ് നാളെ ഇറ്റലിക്ക് പോവുകയാണ്. അവർക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീനൊക്കെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉണക്ക ചെമ്മീനൊക്കെ റോസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറേ നാളൊക്കെ ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞങ്ങൾ അച്ഛനും ഞാനും അമ്മയും കൂടി അതിനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. അപ്പോൾ ഈ ചെമ്മീൻ ആദ്യം നമുക്ക് ഒരു ഉരുളിയിലിട്ടൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് കുറച്ച് നമുക്ക് ഈ തലയും വാലൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് വൃത്തിയാക്കാൻ കുറച്ച് എളുപ്പമായിരിക്കുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ ചെറിയ ചൂടൊന്ന് ആറി വരുമ്പോൾ എന്തായാലും ഒരു പാത്രം കൊണ്ടിട്ട് ഇങ്ങനെ ഞെരടി എടുത്താൽ മതി. മൂട് തള്ളിയിരിക്കണം എന്തായാലും കൊണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഗ്ലാസും കൊണ്ടൊക്കെ ഇട്ട് ചെയ്തിട്ട് എനിക്ക് കൈവേദന എടുക്കണ കാരണം ഞാൻ ഈ വാട്ടർ ബോട്ടിലാണ് എടുത്തേക്കുന്നത്, സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽ. അത് വെച്ച് ചെയ്തപ്പോൾ നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ തലയൊക്കെ 1 കിലോ ചെമ്മീനൊക്കെ അല്ലെങ്കിൽ കിള്ളി വരണമെന്നുണ്ടെങ്കിൽ നന്നാക്കി എടുക്കാൻ നേരമൊക്കെ ഒരുപാടാവൂലേ. ഇങ്ങനെ ആകുമ്പോൾ നമുക്കിതൊക്കെ പെട്ടെന്ന് ഇതാക്കിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പാത്രം വെച്ച് നന്നായിട്ടൊന്ന് ഞെരടി എടുത്ത് കഴിഞ്ഞിട്ട് മുറത്തിലിട്ട് നന്നായിട്ടൊന്ന് ചേറ്റി ഇതാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തലയും ആ പൊടിയെല്ലാനും തെറിച്ച് പോയിക്കോളുവേ. ഒറ്റ ട്രിപ്പിലൊന്നും ഇങ്ങനെ ചേറ്റി കഴിഞ്ഞാലൊന്നും ചെമ്മീൻ പൂർണ്ണമായിട്ട് വൃത്തിയാവില്ല കേട്ടോ. ഇതേപോലെ നമ്മൾ ചേറ്റി തലയും പൊടിയൊക്കെ പറത്തി കളഞ്ഞതിന് ശേഷം വീണ്ടും ഉരുളിയിലിട്ടിട്ട് ആ ഒരു വാട്ടർ ബോട്ടിൽ കൊണ്ട് ഞാൻ രണ്ടാമത് ഒന്നും കൂടി ഞെരടി എടുത്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ പൂർണ്ണമായിട്ട് ഇത് വൃത്തിയായി കിട്ടിയത്. അതിനുശേഷം കൈയും കൊണ്ട് ഒന്ന് നമ്മൾ ഇതെല്ലാം തിരഞ്ഞ് അതിൽ ബാക്കി ശേഷിച്ചിരുന്ന തല ഇതെല്ലാം എടുത്ത് മാറ്റി. അപ്പോൾ ദേ നമ്മളുടെ ചെമ്മീനൊക്കെ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്, സെറ്റായി.